അഡ്വക്കേറ്റ് എൻ ലാൽകുമാറിലേക്ക്. ലാൽകുമാർ, മുൻകൂർ ജാമ്യമില്ല എന്ന കോടതി ഉത്തരവിന് ശേഷമല്ല ലുക്കൌട്ട് നോട്ടീസ് അന്വേഷണ സംഘം പുറത്തിറക്കിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം 2 ആഴ്ചയ്ക്ക് മുൻപ് തന്നെ ഈ ലുക്കൌട്ട് നോട്ടീസ് വന്നിരുന്നതാണ്. ഇന്നിപ്പോൾ പുതിയ സാഹചര്യത്തിൽ അതൊരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട ഇടങ്ങളിൽ, വിമാനത്താവളങ്ങളിലും റെയിൽവേ സ്റ്റേഷനുകളിലുമൊക്കെ അന്വേഷണ സംഘം ഒരിക്കൽ കൂടി അത് ശ്രദ്ധയിൽപ്പെടുത്തുന്നു. നോക്കൂ, അതായത് സിദ്ദീഖ് രാജ്യം വിടുകയോ അന്വേഷണത്തിനോട് സഹകരിക്കാതിരിക്കുക ചെയ്യാനുള്ള സാധ്യത SIT മുൻകൂട്ടി തന്നെ കണ്ടിരുന്നു എന്ന് വേണം അതിൽ നിന്നും കരുതാൻ. ഇവിടെ ഇപ്പോൾ കസ്റ്റഡി അനിവാര്യമാണ് എന്നൊരു ഘട്ടം അത് കോടതി തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ സിദ്ദീഖ് അന്വേഷണ സംഘത്തിന്റെ റഡാറിന് പുറത്താണ് എന്നുള്ളതാണ് മാധ്യമങ്ങൾ പരിപൂർണമായും വിശേഷിപ്പിക്കുന്നത്. കോടതിയുടെ ചില പരാമർശങ്ങൾ അന്വേഷണം പോലും വേണ്ട രീതിയിലല്ല എന്ന് വരുത്തി തീർക്കാൻ അവർ ഉപയോഗിക്കുകയും ചെയ്യുന്നു. അങ്ങനെയായിരുന്നോ ഇന്ന് ശരിക്കും കോടതി ഉത്തരവിന്റെ യഥാർത്ഥ രൂപം? നോക്കൂ, ഇവിടെ ആദ്യം തന്നെ പല ചാനലുകളും പ്രചരിപ്പിക്കുന്ന ഒരു കാര്യം, നേരത്തെ തന്നെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൂടായിരുന്നോ? ഇതാണ് പ്രാഥമികമായി എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യം. സത്യത്തിൽ ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയിലിൻ്റെ പെറ്റീഷൻ അല്ലെങ്കിൽ ആ അഡ്ജുഡിക്കേഷൻ കോടതിയുടെ മുന്നിൽ ഇരിക്കുമ്പോൾ നോർമൽ കോഴ്സിൽ നമ്മളത് അറസ്റ്റ് ചെയ്യാറില്ല. വിൽ റെസ്പെക്ട് ദ കോർട്ട്. കോടതി ഉത്തരവ് എന്താണ് വരുന്നതെന്ന് നമ്മൾ സ്വാഭാവികമായി നോക്കും. നിയമത്തിൻ്റെ ഇൻട്രിക്കസീസിലേക്ക് പോയി നോക്കിയാൽ, അല്ലെങ്കിൽ അത്രയും പ്രിസൈസ് ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നോർമൽ കോഴ്സിൽ നമ്മൾ അറസ്റ്റ് ചെയ്യാറില്ല. അത് വളരെ എവിഡൻ്റാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നവർക്കത് മനസ്സിലാവും. ചുമ്മാ ചാടിക്കയറി അറസ്റ്റ് ചെയ്യില്ല. കാര്യം കോടതി മറ്റൊരു ഉത്തരവ്, ഉദാഹരണം, ഈ കംപ്ലൈൻറ്റ് തന്നെ വരുന്നത് ഏതാണ്ട് 8 വർഷങ്ങൾക്ക് ശേഷമാണ്. 8 വർഷങ്ങൾക്ക് ശേഷം വരുമ്പോൾ ഈ കോടതി തന്നെ നമ്മളോട് ചോദിക്കും, പിന്നീട് ചോദിക്കും, ഇത്രയും നാളും വെയിറ്റ് ചെയ്ത സ്ഥിതിക്ക് ഇതിന് 8 വർഷം കഴിഞ്ഞ് വന്നിട്ടുള്ളൊരു കംപ്ലൈൻ്റ് ആണല്ലോ അല്ലേ, അത് അത്രയും കാലം കഴിഞ്ഞ് വരുന്നൊരു കംപ്ലൈൻറ്റിൽ ഞങ്ങളുടെ ജഡ്ജ്മെൻറ്റിന് വെയിറ്റ് ചെയ്ത് നിൽക്കാത്തത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ചോദിച്ചാൽ, അപ്പം നോർമൽ കോഴ്സിൽ സംഭവിക്കുന്നത്, ഞാൻ വളരെ കാര്യമായിട്ട് പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്, അറസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ വേണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണല്ലോ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ റിജക്റ്റ് ചെയ്യുന്നത് വഴി കോടതിക്ക് മനസ്സിലാകുന്നത്, കോടതി നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ചാടിക്കേറി അറസ്റ്റ് ചെയ്യാൻ എന്താണ്, അതുകൊണ്ടല്ലേ ഈ പറയുന്ന എല്ലാ അതർ സീക്വൻസ് ഓഫ് ഈവൻറ്റ്സ് വന്നിരിക്കുന്നതെന്നുള്ള ചോദ്യം ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യമില്ലാത്ത ഒരു കാര്യമാണ്. കാര്യം ദിസ് ഈസ് വെരി മച്ച് എ കോമൺ പ്രാക്ടീസ് വിച്ച് ഈസ് ബീൻ ഫോളോഡ്. അതാണ് ഇതിനകത്തെ സത്യം. അത് ആൾക്കാർക്ക് ചിലപ്പം മനസ്സിലാവുമായിരിക്കും, മനസ്സിലാകത്തില്ലായിരിക്കും. അതിപ്പം നമുക്കിങ്ങനെ പറയാൻ മാത്രമേ കഴിയൂ. അടുത്തൊരു ചോദ്യം, അടുത്ത പ്രഥമമായി നമ്മൾ എന്നെ കേൾക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട കാര്യം, ഈ മനുഷ്യന്, ഈ സിനിമാ നടന് ജാമ്യം നിഷേധിക്കുന്നത് എങ്ങനെയാണ്? എന്തടിസ്ഥാനത്തിലാണ് ജാമ്യം നിഷേധിക്കുന്നത്? ജാമ്യം നിഷേധിക്കുന്നത് ഈ പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീം കണ്ടുപിടിച്ച എവിഡൻസിനെ വെച്ചിട്ടാണ്. അതിൻ്റെ ബേസിസിലല്ലേ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ റിജക്റ്റ് ചെയ്യുന്നത്. പ്രൈമ ഫേസി ഒരു കേസ് ഉണ്ടെന്നും അദ്ദേഹത്തിനെതിരെ കൃത്യമായ എവിഡൻസ് ഉണ്ടെന്നും ആരാണ് കോടതിയിൽ ബോധ്യപ്പെടുത്തിയത്? അത് ഈ പറയുന്ന സ്ത്രീയുടെ അല്ലെങ്കിൽ ഈ അതിജീവിതയുടെ വക്കീൽ പോലും അല്ല, അത് പ്രോസിക്യൂഷനാണ്. അപ്പം പ്രോസിക്യൂഷൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ഉപയോഗിച്ച് അവർക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ എവിഡൻസും കളക്ട് ചെയ്ത് കോടതിയോട് പറയുകയാണ്, എന്താണ്, ഇദ്ദേഹത്തിന് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കാൻ പാടില്ല, കാര്യം കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ്റെ ആവശ്യമുണ്ട്. ആ പ്രൂഫിൻ്റെ ഒരു പ്രൊബേറ്റീവ് ഫോഴ്സിൻ്റെ ഇഫക്റ്റ് തന്നെയാണ് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ റിജക്റ്റ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന വേറെ ആരുമല്ല ഇതിന് കാരണമായിട്ടിരിക്കുന്നത്. അപ്പം ആ എവിഡൻസ് വളരെ സോളിഡ് ആണെന്ന് കോടതിയുടെ പരാമർശം വരുമ്പം അത് തന്നെ മതി. ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് എന്തുവാ ദ വേ ഇൻ വിച്ച് ദ ഇൻവെസ്റ്റിഗേഷൻ ഇസ് ഡൺ. ഇതാണ് സത്യം. ഇതാണ് അതിനകത്ത് ഏറ്റവും വലിയ കാര്യം. പിന്നെ ലുക്കൌട്ട് നോട്ടീസുമായിട്ട് ബന്ധപ്പെട്ട് കാര്യം, നാട് കടന്നു പോകരുത്. ഇപ്പോൾ വേണമെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്, ഇദ്ദേഹം അമ്മയുടെ പരിപാടിക്ക് പങ്കെടുത്തല്ലോ, അല്ലെങ്കിൽ കവിയൂർ പൊന്നമ്മയുടെ പരിപാടിക്ക് പങ്കെടുത്തല്ലോ, അവരുടെ ക്രിമേഷൻ സെറിമണിയിൽ പങ്കെടുത്തല്ലോ, അപ്പോൾ അറസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ. അറസ്റ്റ് ചെയ്യാനുള്ള ഉദ്ദേശം ഇല്ലായിരുന്നു എന്നുള്ളത് അത്. പക്ഷേ രാജ്യം വിട്ടു പോകരുത് എന്നുള്ളത് സർക്കാരിനും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനും നിർബന്ധമായി ഉണ്ട്. അതുകൊണ്ടാണ് ഈ ലുക്കൌട്ട് നോട്ടീസിന് കാര്യം വരുന്നത്. കാര്യം ലുക്കൌട്ട് നോട്ടീസ് എയർപോർട്ടിലേക്ക് പോകും. അപ്പോൾ ഇദ്ദേഹത്തിന് അതുവഴി കടന്നു പോകാൻ പറ്റത്തില്ല. അത് നേരത്തെ കൊടുത്തിരുന്നു. അത് കൊടുക്കാതിരിക്കുന്നതും അറസ്റ്റ് ചെയ്യുന്നതും തമ്മിൽ രണ്ടായിട്ട് വേണം നമ്മളതിനെ കാണാൻ. കാര്യം ഇദ്ദേഹം ഇവിടുന്ന് ദുബായ് പോയി കഴിഞ്ഞാൽ പിന്നെ പോലീസിനെ അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, എളുപ്പമല്ല.
അതിന് വേറെ പ്രൊസീജിയറിലേക്ക് മാറി. അപ്പം ആ ഭാഗം തടയുകയും എന്നാൽ കോർട്ട് ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഒരു കാരണവശാലും ഈ പറയുന്ന രീതിയിൽ എവിഡൻസിൻ്റെ വാല്യൂവിന്, അതിൻ്റെ ക്രെഡിബിലിറ്റിക്കൊന്നും ഒരു കുറവുമില്ല. അതുകൊണ്ടാണ് വളരെ ആ ഓർഡർ വായിച്ചാൽ നമുക്കറിയാമല്ലോ, വളരെ വ്യക്തമായി കോടതി പറയുന്നുണ്ട് ഇദ്ദേഹത്തിനെതിരെ തെളിവുകളുണ്ട്, മുൻകൂർ ജാമ്യം നിഷേധിച്ചിരിക്കുന്നു. അത് നിഷേധിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് മുന്നോട്ട് വെച്ച വാദത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നുള്ള കാര്യം ആൾക്കാർ കേൾക്കുന്നവർക്ക് ആലോചിച്ചാൽ മനസ്സിലായാൽ നമ്മുടെ പകുതി പണി ഒഴിഞ്ഞു. കാര്യം വേറെ ആരും അല്ല അവിടെ വാദിക്കുന്നത്, സ്റ്റേറ്റ് ആണ് പൊസിഷൻ എടുക്കുന്നത്, പ്രോസിക്യൂഷൻ ആണ് പൊസിഷൻ എടുക്കുന്നത്. കാര്യം ജാമ്യം കൊടുക്കരുത്. അല്ലാതെ സിദ്ദിഖിനെതിരായിട്ട് പോയൊരു വാദമല്ല, സിദ്ദിഖിന് അനുകൂലമായിട്ടൊരു വാദമല്ല സംസ്ഥാന സർക്കാർ വെച്ചിരിക്കുന്നത്. അപ്പം അതാണ് ആദ്യം മനസ്സിലാക്കുള്ളത്. എനിക്കൊന്ന് അതോടുകൂടി കാര്യം ക്ലിയർ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞത്.